ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടാക്കോസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. കണ്ടോ, ഇത് വെച്ചിട്ട് അതിനാദ്യം ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മയണൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മയണൈസ് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അപ്പോൾ അതിനായിട്ട് 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഇട്ട് കൊടുക്കാം. കോഴിമുട്ട നല്ല പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയാണ്. ഇതിൽ മയണൈസ് 2-3 തരത്തിലുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണ്ടേ, ഉണ്ടാക്കി വെക്കണേ. 1 ടീസ്പൂൺ സോഡ, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, കുറച്ച് ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുത്താൽ, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. നമുക്കിതിൻ്റെ വെക്കാം. 2 അല്ലി വെളുത്തുള്ളി, അത്രേ ഇടാവുള്ളൂ. വലിയ വെളുത്തുള്ളി വലിയാണെങ്കിൽ ഒന്നേ ഇടാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കണം. നന്നായി അടി നന്നായി ചതച്ചെടുക്കണേ. ഇനിയിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറില്ലേ, അതിലിട്ട് അടിച്ചാലും മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള മയണൈസ്. ഇപ്പോൾ ഒക്കെ കണക്കാം. നമുക്കൊന്നിക്ക് മാറ്റാം. നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പൊടി കഴിക്കാം. മൈദ എടുത്ത് വെച്ചെടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഓയിൽ, ഒലിവ് ഓയിലാണ്. ഇത് നന്നായി ചേർത്തെടുക്കുക. ആദ്യം എല്ലാം ചേർത്തെടുത്താൽ മതി. നമുക്ക് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം കുറഞ്ഞെടുക്കാം. ഇത് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്താൽ മതി. എണ്ണ റൊട്ടി വരട്ടി വെക്കാം. കുഴച്ചിട്ട് നമുക്ക് കുറച്ച് മൈദ തൂക്കി പരത്തി വെച്ചാൽ മതി. പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. റൗണ്ടൊക്കെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ ഒഴിച്ച് കൊടുത്താലും മതി. നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടല്ലോ, അതുണ്ടാക്കി സവാള.
കളർ നോക്കട്ടെ. ഉണ്ടാക്കാനുള്ള റൊട്ടി പരത്തി വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയെടുക്കാം നമുക്ക്. അതുപോലെ ഇത് പൊടി വെക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും കൂടി ചതച്ച് വെച്ചുകൊണ്ട് വെക്കാം. കുറച്ച് തക്കാളി ഉണ്ട്. തക്കാളി ഒന്ന് വെന്ത് വെക്കാം. നമ്മൾ റൊട്ടി തിരിച്ച് വെച്ചെടുക്കാം. അതായി വന്നിട്ടുണ്ട്. ഇതെടുക്കാം. അത് നമുക്കെടുക്കാം. ഇത് മൂടിയെടുക്കാം. ഇത് കുറച്ച് പച്ചമുളക് ചെറുതാക്കി വെക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ പച്ചമുളക് കഴിക്കണ്ട. കുറച്ച് കാശ്മീരി മുളക്. ഞാൻ കോഴി വേവിപ്പിച്ചെടുത്തത് കുറച്ച് മുളകും മഞ്ഞളും ഇട്ടിട്ടാണ്. ഉപ്പും പിന്നെ ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ കുറച്ച് മല്ലിയില, കുറച്ച് ക്യാബേജ്, വേവിപ്പിച്ച് വെച്ച ചിക്കൻ, നന്നായി ചേർത്തെടുക്കാം. നന്നായി ചേർത്തെടുക്കാം നമുക്ക്. ഇതൊക്കെ പിടിച്ച് വന്നിട്ട് കുറച്ച് സമയം അടുക്കട്ടെ. അടുപ്പത്ത് ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ വേണ്ടി കുറച്ച് ഒഴിച്ചെടുക്കാം. ഇത് പുളിപ്പിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് നിർബന്ധമില്ല, വേണമെങ്കില്ല. കുറച്ച് കുരുമുളകിൻ്റെ ഒരു തന്നെ ഇടുന്നത് നല്ലതാട്ടോ. നമുക്കിത് റൊട്ടിയിലേക്ക് വെച്ച് എല്ലാം തയ്യാറായിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ്, ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ആക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. സ്പ്രെഡാക്കി കൊടുക്കാം. നന്നായി സ്പ്രെഡാക്കിയാൽ മതി. അപ്പോൾ കടിക്കുമ്പോഴൊക്കെ കിട്ടും. പിന്നെ ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസാണ്. നമുക്കിത് ഇങ്ങോട്ട് ചേർത്ത് മാറ്റി കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസില്ലേ അതും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 1-2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചത് ക്രീം ചീസാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതാണ് അതങ്ങനെ. എന്ത് ചീസാണ് നിങ്ങളുടെ അടുത്തുള്ള വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇത് മയോണൈസ്. ഇനി നമുക്കൊന്ന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതതിലേക്ക് വെച്ചെടുക്കാം. ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മൊരിഞ്ഞ് വരട്ടെ. നല്ല മൊരിഞ്ഞ് വരും. ഇത് നമുക്ക് തിരിച്ചു വെച്ചെടുക്കാം. അത് രണ്ടും നല്ലോണം മുരിഞ്ഞുകൊണ്ട് നമുക്ക് എടുത്തൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇതോടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് ക്രീം ചീസാണ് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് കഴിക്കുന്ന നേരത്ത് കുറച്ച് മയോണൈസൊക്കെ വീണ്ടും വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ക്രീം ചീസ് തന്നെ വേണമെന്നില്ല. എന്ത് ചീസാണ് നമ്മൾ വീട്ടിൽ വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് വെക്കണ്ട വെച്ചാൽ വെക്കുകയും വേണ്ട. ഓക്കെ, ബൈ.